ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. നമുക്കൊപ്പം നിങ്ങളുടെ പ്രിയങ്കരനായ CSK സാറും ഉണ്ട്. മക്കളെ, നീറ്റ് എക്സാമിലേക്ക് ഇനിയും നമുക്ക് ജസ്റ്റ് 3 ദിവസമേ ഉള്ളൂ. സോ ഇനിയും ഈ വരാൻ പോകുന്ന ലാസ്റ്റ് 3 ഡേയ്സ് നിങ്ങൾ എന്ത് പഠിക്കണം? എസ്പെഷ്യലി കെമിസ്ട്രി, ഫിസിക്സ് സബ്ജക്റ്റുകളിൽ നിങ്ങൾ കൂടുതൽ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CSK സാർ ഉണ്ട്. അപ്പൊ ഏത് സബ്ജക്റ്റ് ആയിരിക്കണം? കെമിസ്ട്രിയെ പറ്റി ആയിരിക്കണം. സോ സാറിന് എന്താ പറയാനുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളിൽ ഏതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ സ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സമയം കളയാതെ നമ്മൾ ഈ വീഡിയോ അധികം ലെങ്തി ആക്കുന്നില്ല. പെട്ടെന്ന് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സും നമ്മൾക്ക് പ്രഡിക്ഷൻ ഒന്നും പറയുന്നില്ല. ഇവിടെ ആർക്കും പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ നമുക്ക് ചുമ്മാതിരുന്ന് പറയാം. പക്ഷെ നമുക്ക് എക്സ്പെക്ടേഷൻസ് പറയാം. റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ചാപ്റ്ററുകൾ ഓർഡറിലല്ല, NCERT ഓർഡറിലല്ല, ചാപ്റ്ററിന്റെ വെയിറ്റേജ് സാർ ഈ ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓർഡർ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ എടുത്താൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഹൈബ്രിഡൈസേഷൻ ഓഫ് SP, SP2, SP3. കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് പഠിച്ചു. എന്റെ മക്കളെല്ലാം പഠിച്ചിട്ടുണ്ടായി. ഷേപ്സ് ഓഫ് മോളിക്യൂൾസ് പഠിച്ച, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബോണ്ട് ഓർഡർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ബോണ്ട് ലെങ്ത്, സ്റ്റെബിലിറ്റി, മോളിക്കുലർ ഓർബിറ്റ് തീരെ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്. സോ ഈ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഏതൊക്കെയാണ് എക്സ്പെക്ടഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് വരാം എന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ അതിന്റെ ആൻസർ എല്ലാം മഞ്ഞയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനി നമ്മളിപ്പോ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഓൾറെഡി നമ്മൾ PYQ ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് സൊല്യൂഷൻ അടക്കം, ഓപ്ഷൻസ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഇടാവുന്നതാണ്. സാർ ഉറപ്പായിട്ട് അതിന്റെ എക്സ്പ്ലെയിൻ ആയിരിക്കും. യെസ്. അടുത്ത ഓർഗാനിക് കെമിസ്ട്രി ഏതാ സാറേ? Some basic principles and techniques. So question which one of the following is aromatic and compounds? എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്, എത്ര പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി കാർബോകാറ്റയോൺസ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് കാർബോകാറ്റയോൺ, കാർബാനിയോൺസ്, ഞാൻ പറഞ്ഞല്ലോ ഓർഡർ ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ പ്യൂരിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷൻ അതിൽ നിന്ന് ഒരു ക്വസ്റ്റിനെ വരുള്ളൂ കേട്ടോ. പ്യൂരിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷൻ കുറച്ച് ലെങ്തി ആണ്, കുറച്ചധികം പഠിക്കാൻ. അതിൽ നിന്ന് ഒരു ക്വസ്റ്റിനെ എക്സ്പെക്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ അതുപോലെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പൊ സാർ ഇത് ഓർഡർ വൈസിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ +2നും അത് ഉപകാരം ചെയ്യും. +2 ഉറപ്പായിട്ട് ഉപകാരം ചെയ്ത് ഇതിന്റെ ബേസിക് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ +2 കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇമ്പോർട്ടൻസ് ഈ ടോപ്പിക്കുകൾക്ക് കൊടുക്കുക. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളൂ. മോസ്റ്റ് കാർബോകാറ്റയോൺസിന്റെ പ്രൈമറി ഫംഗ്ഷൻ ഗ്രൂപ്പ്സിന്റെ ഓർഡർ, ഓർത്തോ പാരാഡൈറ്റിക്, ആരോമാറ്റിക്, ഹൈഡ്രോകാർബൺസ് എല്ലാം പോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഗസ് ആവാം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതേ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ ഞങ്ങൾ പറയാറുണ്ട് ഇത് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ നമ്മൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുന്നു 3 to 5 ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. Some basic concepts. അതിൽ ഒരു ഇക്വേഷനിൽ നിന്ന് അതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലെങ്കിൽ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോയിയോമെട്രിക് ഇക്വേഷൻസ് കാൽക്കുലേഷൻസ് വരാം. എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അല്ലെങ്കിൽ ലോവസ്റ്റ് ഹൈയസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ വളരെ അപൂർവം സൊല്യൂഷൻസിനോടനുബന്ധിച്ചുള്ള മൊളാരിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ സൊല്യൂഷൻസിൽ വരുന്ന കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരാം. വളരെ അപൂർവം കേസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ വലിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനിയും നിങ്ങൾ അറ്റ്ലീസ്റ്റ്, അതായത് നമ്മൾ ഇത് മുഴുവൻ പഠിക്കണം, ഇത് മുഴുവൻ ചെയ്ത് നോക്കണം എന്നൊന്നും അല്ല. നമുക്കറിയാം ആകെ 3 ദിവസം ഇനി. പക്ഷെ നിങ്ങൾ റിവിഷനില് എന്തായാലും ഈ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തണം അല്ലെ? അതുപോലെ NCERT-യിൽ ഇപ്പൊ ഒരു സോൾഡ് എക്സസൈസ് ഉണ്ട്, ഒരു സോൾഡ് എക്സാമ്പിൾ ഉണ്ട്. അത് ഈ ടൈപ്പ് ഓഫ് ടോപ്പിക്കിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കും. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, ലിമിറ്റ് റിയേജന്റ് കോൺസെപ്റ്റ്, മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഞങ്ങൾ സെലക്ട് ചെയ്യാറുണ്ടോ? ഭാഗ്യമുണ്ടെങ്കിൽ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് അടിക്കാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ
നമ്മുടെ വാട്സാപ്പിലേക്ക് ചോദിക്കാം. ഇക്വിലിബ്രിയം പിന്നെ അടുത്ത ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാപ്റ്റർ ലെങ്തി ആണ്. അതിന്റെ KP കേസ് ഡിറ്റർമിനേഷൻ, QC വെച്ചിട്ട് ഏതാണ് ഫോർവേഡ് ഡയറക്ഷൻ ആണോ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണോ, ലീച്ച് ആൻഡ് ലീസ് പ്രിൻസിപ്പിൾ, പ്രഷറും ടെമ്പറേച്ചറിന്റെ ആപ്ലിക്കേഷൻ, ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, pH ന്റെ കാൽക്കുലേഷൻ, ബ്രോൺസ്റ്റൺ ലൗരി കോൺസെപ്റ്റ്, അതിന്റെ അയോണിക് ഇക്വിലിബ്രിയം, ബഫർ സൊല്യൂഷൻ, സോളിബിലിറ്റി പ്രൊഡക്റ്റ്. ഇതിൽ നിന്ന് തന്നെയായാലും ഒരു 3 ക്വസ്റ്റ്യൻസ് വരാം. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതായത് KP KC ഇതിൽ ഏതാണ് ഈക്വൽ ഏതാണ് ഗ്രേറ്റർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ, ഫൈനൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഉൾപ്പെടുത്തുക. ഇതേ ഓർഡറിൽ നിങ്ങൾ പഠിക്കുക, ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ഓർഡറിൽ റിവൈസ് ചെയ്ത് പോകാം. ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. KP കേസ് നമ്മുടെ റിലേഷൻ, ലീച്ച് ആൻഡ് ലീസ് പ്രിൻസിപ്പിൾ, അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ഞങ്ങൾ മാത്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയല്ല കേട്ടോ, പലപ്പോഴും ഞങ്ങൾ തന്നെ നോക്കിയിട്ട് ഇത് വരാൻ സാധ്യത. ഇപ്പൊ ഇതെല്ലാം ഒന്നും പ്രീവിയസ് ഇയർ അല്ല, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇതിലൊക്കെ നമുക്ക് ഈ വർഷം ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അടുത്ത ഹൈഡ്രോ കാർബൺസ് ഒരു 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടേഷൻ ആണ്. ആൽക്കൈൻസ് പ്രിപ്പറേഷൻ, പ്രത്യേകിച്ച് നെയിം റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ, ഡീകാർബോക്സിലേഷൻ, കോപ്സ് റിയാക്ഷൻ, ലിൻഡാസ് കാറ്റലിസം, ബെർത്ത് റിഡക്ഷൻ, ആക്ഷൻ ഓഫ് ക്ലോറിൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഫ്രീ റാഡിക്കൽ അഡീഷൻ റിയാക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓസോണോളിസിസ്, പിന്നെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഓഫ് KMnO4, ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻസ് എല്ലാം. ഇതിൽ തന്നെ സാറ് ഇതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൂടുതൽ ഇതിനുണ്ട്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. ആ ഓർഡറിൽ നിങ്ങൾ ഒന്ന് വായിച്ച് ആ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് ഈ അവസാനം ഇനി നമുക്ക് അതേ ചെയ്യാനുണ്ട് എന്ന സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. യെസ്, അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ടൈപ്പ് ഐസോമർസുമായി ഇതേത് അഡീഷൻ റിയാക്ഷൻസുമായി എല്ലാം അതുപോലെ തന്നെയാണ്. റിഡക്റ്റീവ് ഓസോണോളിസിസ് കിട്ടുന്ന പ്രൊഡക്റ്റ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഏതാണ് തരാം, മോണോബ്രോമിനേഷൻ കിട്ടുന്ന എത്ര ഐസോമേഴ്സ് വരും എന്നുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നോക്കൂട്ടോ. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എങ്കിലും പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം ഹാളിൽ കയറാം. ഓക്കെ, സാറിന്റെ ഈ കഴിഞ്ഞ 25 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നു നിങ്ങളോട് ഇത് ചോദിക്കാനുള്ള സാധ്യത ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രിയിൽ ചെയ്യാനുള്ളത്. നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ഇത് തന്നെ. കഴിഞ്ഞ വർഷം ഒരു ഇതുണ്ടായിരുന്നു, സെക്ഷൻ ബി 5 ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തി കുട്ടികൾക്ക് പരീക്ഷിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഈ വർഷം അതില്ല, 45 ആയിരുന്നു. ഇപ്പൊ 45 അറ്റൻഡ് ചെയ്യും. അതിൽ നിന്ന് 10 ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ അല്ലെ കണ്ട കോൺസെപ്റ്റ് ഈ ചെയ്ത് ഇറങ്ങി പോകും. അപ്പൊ അടുത്ത ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് അറിയാമെന്നുള്ളത്, എനർജി ആൻഡ് ബോസ് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, സ്ഫെറിക്കൽ റേഡിയൽ നോട്ട്സ്. ഇത് ഞങ്ങൾ ഫിസിക്സ് പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. രസം എന്താണെന്ന് വെച്ചാല് ഈ കെമിസ്ട്രിയിൽ ഇത് പഠിക്കുന്നുണ്ട് അവര് ഫസ്റ്റ് ഇയർ. അത് കഴിഞ്ഞ് ഞങ്ങൾ സെക്കൻഡ് ഇയർ ചെല്ലുമ്പോഴും ഒന്നും അറിയത്തില്ല. അപ്പൊ അത് പാടില്ല. ഇത് നമ്മുടെ അവസാന ചാൻസ് ആണ്. അങ്ങനെ തന്നെ വിചാരിച്ച് ഈ വർഷത്തെ നീറ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫിസിക്സിൽ വരുന്നത്. റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യല്ലേ. മക്കളെ, ഇപ്പൊ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ട്, ഒരു കെമിസ്ട്രി അധ്യാപകൻ അല്ലെങ്കിൽ കൂടി നമ്മുടെ സ്റ്റുഡൻസ് ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാറേ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഓർഡറിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മിക്കപ്പോഴും പല കുട്ടികളും പറയുന്നുണ്ട് ഈ NCERT ബുക്കിൽ പല ഓർഡറുകൾ ഉണ്ടല്ലോ, അതായത് ഓർഡേഴ്സുകൾ ഉണ്ടല്ലോ, അത് ബൈഹാർട്ട് ചെയ്യാൻ അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടെ ഒരു വെയിറ്റേജ് കൊടുക്കും. ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസിന്റെ റിഡോക്സ് റിയാക്ഷൻസ് ആണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ്. പ്രത്യേകിച്ച് NCERT ടെസ്റ്റുകളിൽ C3O2 ഒക്കെ സബ് ഓക്സൈഡ് B3O2 സത്യസ കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് പ്രത്യേക റെഫറൻസ് ചെയ്യാം. റിഡോക്സ് റിയാക്ഷൻ ഏതാണ് അല്ലേ എന്നുള്ളത്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് നോക്കാനുള്ള റെഡ്യൂസിങ് സിമ്പിൾ ആയി ഒരു ക്വസ്റ്റ്യൻ വരാം. NCERT എന്ന് പറയുമ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കും ഉറപ്പായി അല്ലെ. പിന്നെ കാരണം NCERT ആണ് നിങ്ങൾക്ക് ഇനിയും അതേ ഉള്ളൂ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലോട്ട് എത്താൻ. യെസ്, ഇത് നമ്മള് എതിർ പാർട്ടികളാണ്. റിവേഴ്സ് പ്രോസസ് എന്താണ്, സ്പോണ്ടേനിയസ് പ്രോസസ്, ഡെൽറ്റ ജിയുടെ സൈൻ അനുസരിച്ച് അറ്റിക്കലിബിൾ ഡെൽറ്റ ജിയുടെ വാല്യൂ, എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, എക്സ്റ്റൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാർട്ട് ഫംഗ്ഷൻ, എൻതാൽപ്പി ഫോർമേഷൻ, കമ്പസ്റ്റൻ, അതനുസരിച്ച്
എൻതാൽഫി ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്, ബോണ്ട് എൻതാൽഫി, എന്താണ് എൻട്രോപ്പി, ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഓർത്തു വെക്കാം. 3 ക്വസ്റ്റ്യൻസ്. 3 ക്വസ്റ്റ്യൻ വരെ. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഇത് തെറ്റത്തില്ല, ഒരിക്കലും തെറ്റില്ല. ഈസി ആയിട്ട് ഇതാണ് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം ഈ വർഷം. ഞാൻ അന്ന് സ്ക്രീനിൽ നിന്ന് മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് കാണാനാണ്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് നേരെ ഇത് പ്രാക്ടീസ് ചെയ്യുക, അല്ലേ സാർ? ഉറപ്പായിട്ടും. യെസ്, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ഒന്ന് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അയോണൈസേഷൻ, എൻതാൽഫി ഓർഡർ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓർഡർ, അറ്റോമിക് സൈസിന്റെ ഓർഡർ. ഇതിനു മുമ്പ് പറഞ്ഞത് ഓർഡർ അല്ലേ? ആ ഓർഡർ ബൈഹാർട്ട് ചെയ്ത് വെക്കൂ. ഒന്ന് മാറ്റം ചെയ്ത് ഐസ് ഇലക്ട്രോണിക് സ്പീഷ്യസ് സ്ഥിരം വരുന്നതാണ്. 2 ക്വസ്റ്റ്യൻ വരും കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് 2 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യും. വളരെ സിമ്പിൾ ആയിരിക്കും, എല്ലാ കുട്ടികളും ആൻസർ ചെയ്യുന്നത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ 5 ടോപ്പിക് എങ്കിലും പഠിച്ചിട്ട് എക്സാമിൽ പോകണം. അതാണ്. യെസ്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വരാം. ഓക്കെ, ഇത് 4 അതനുസരിച്ച് എടുത്തിട്ടുള്ളൂ. അയോണൈസേഷൻ എനർജി, അറ്റോമിക് സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അയോണൈസേഷൻ എനർജി, പിന്നെ അതുപോലെ ബേസിക് ഓക്സൈഡ്, ആംഫോട്ടർ, ആസിഡിക് ഓക്സൈഡ്, അപ്പൊ അതിനെയും കുറിച്ചൊരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ ഒരു കാര്യം, ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ ഇത് നമ്മൾ ഫിസിക്സിലും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്സ് തന്നെയാണ് എല്ലാ എക്സാമിനും. അതായത് ഈ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ അല്ലേ? ഓപ്ഷനിൽ നിന്ന് തന്നെ. അതുപോലെ ചിലർ കാണിക്കുന്ന ഒരു ഇതാണ് 4ന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ 2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓപ്ഷൻ കിട്ടുമായിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, അപ്പം മക്കളെ എനിക്ക് തോന്നുന്നു +1ന്റെ ടോപ്പിക് ഓൾമോസ്റ്റ് എല്ലാം ഇതെങ്കിലും പഠിച്ചു പോയി ഉയർന്ന മാർക്ക് കിട്ടും +1ലെ ടോപ്പിക്സ്. ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം നിങ്ങൾ പ്രിപ്പറേഷനിലാണ്. നിങ്ങളുടെ ഓരോ മിനിറ്റും വാല്യുബിൾ, വളരെ അറിയാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. സാറ് പറഞ്ഞതുപോലെ ആ ടോപ്പിക്സിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. NCERT-യിലുള്ള സോൾഡ് എക്സാമ്പിൾസ്, എക്സസൈസ് ഒക്കെ ഒന്ന് നോക്കി പെട്ടെന്ന് ടെൻഷൻ ആവാതെ. ഒരിക്കലും ടെൻഷൻ പാടില്ല കേട്ടോ, ഒരിക്കലും ടെൻഷൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ഓപ്ഷൻസ് കറക്റ്റ്. സാറേ, ഒരു കാര്യം കൂടെ കുട്ടികളോട് പറയാൻ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. ലാസ്റ്റ് ഡേ, അതായത് May 3 വരെ ഇവരുടെ പ്രിപ്പറേഷനും കാര്യമെല്ലാം കഴിഞ്ഞു. May 4 ഇവര് ട്രാവൽ ചെയ്യുവാണ്. ഫിസിക്സിനെ പറ്റി എനിക്ക് ഇവരോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോ ആ May 4 ഇവര് ട്രാവലിംഗിലും അല്ലെ എക്സാം ഹാളിന് മുമ്പ് കെമിസ്ട്രി എന്ത് നോക്കണം സാറിന്? കെമിസ്ട്രി പ്രത്യേകിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ യാത്രാ സമയങ്ങളിൽ നിങ്ങൾ മെമ്മറൈസ്, നിങ്ങൾ എന്താണോ ഓർമ്മ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഒന്ന് കുതിക്കാൻ മാത്രം മതി. അല്ലാതെ പ്രത്യേകിച്ച് അവൾ അത് ടോപ്പിക് ഡിസ്കസ് ചെയ്ത് അവൾ എന്താണ് സംസാരിക്കുന്നത്, മറ്റവരെന്താണ് സംസാരിക്കുക, അതിലേക്കൊന്നും പോകട്ടോ. തമ്മിൽ ഈശ്വരനിൽ വിശ്വാസം വർദ്ധിക്കുക. ദൈവത്തിന്റെ കൈ നിങ്ങളുടെ കൂടെ വേണം. അപ്പോഴാണ് കറക്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങള് പുതിയ ടോപ്പിക്കിലേക്കോ പുതിയ ബുക്ക് എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നിനും പോകണ്ട. നമ്മൾ പഠിച്ച എന്താണോ ബ്രെയിനിലുള്ളത് ആലോചിക്കുക മാത്രം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് +2 ടോപ്പിക്കുമായിട്ട് ഒട്ടനെ തന്നെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ഉറപ്പായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.